ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അരുവിപ്പുറം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി നമ്മൾ ഇവിടെ നടത്തിവരുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് 1008 കുടം അഭിഷേകം. ഭഗവാൻ 1888 ശിവരാത്രി നാളിൽ ശങ്കരൻകുഴിയിൽ മുങ്ങി ഉത്തമമായിട്ടുള്ള ശിവലിംഗത്തെ എടുത്ത് എത്രയോ മണിക്കൂറുകൾ ധ്യാനനിരതനായി നിന്നിട്ടാണ് ആ പ്രതിഷ്ഠ ഗുരു നിർവഹിക്കുന്നത്. അങ്ങനെ ആ ധ്യാനത്തിൻ്റെ ആഴത്തിൽ അതിൻ്റെ ആ ഒരു ശിവശക്തി ഐക്യം മാനവരാശിയുടെ മംഗളത്തിനു വേണ്ടി മംഗളസ്വരൂപനായ പരബ്രഹ്മമൂർത്തിയായ ശിവനെ ഗുരു പ്രതിഷ്ഠിക്കുകയാണ്. പക്ഷേ ഇത്രയും അതിവിശിഷ്ടമായിട്ടുള്ള ഈ മംഗളസ്വരൂപൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ആളുകൾ ഇപ്പോഴും മറ്റു പല ക്ഷേത്രങ്ങളിലേക്കാണ് ആ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം, മനുഷ്യൻ അന്നും ഇന്നും എപ്പോഴും അവൻ മാനസികമായിട്ടുള്ള ഒരു അടിമത്വത്തെ പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളാണ് ഇതിനേക്കാളും ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നത് എന്നുള്ള ഒരു മാനസിക അടിമത്വം. അതുകൊണ്ട് തന്നെ ശിവാലയ ഓട്ടങ്ങളിൽ ഈ അരുവിപ്പുറം ക്ഷേത്രത്തെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങോട്ടേക്കുള്ള ആളുകളുടെ വരവ് വളരെ കുറഞ്ഞു പോയത്. ഗുരുഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് അവരവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തുവാനും ആഘോഷിക്കുവാനുമൊക്കെ അവസരമുണ്ടായത്. തന്നെയുമല്ല, ധാരാളം കലാപരിപാടികളാണ് ശിവരാത്രി നാളിൽ പൊതുവെ ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ദിവസം ഉപവസിക്കണമെന്നാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്നാണ്. അതായത് ഭഗവാന്റെ ചാരത്ത് അടുത്ത് വസിക്കുക. പട്ടിണി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഉപവാസം എന്ന് പറയുന്നത്. പലരുടെയും ധാരണ ചോറ് കഴിക്കാതിരുന്നാൽ ഉപവാസമായെന്നാണ്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉറക്കം വരും. അതേത് ഭക്ഷണം കഴിച്ചാലും, ചോറ് കഴിച്ചാലും ഫ്രൂട്ട്സ് കഴിച്ചാലും എന്ത് കഴിച്ചാലും വയറ് നിറഞ്ഞോ ശരിക്കും ഉറക്കം വരും. അതുകൊണ്ട് ഉപവസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ അടുത്ത്, അതായത് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനുമായി ലയിച്ചിരിക്കുക, അതാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് സാധനാസമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ കുറവായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും 1008 കുടം അഭിഷേകം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടി, വ്രതമെന്ന് പറയുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കാമ ക്രോധ ലോഭ മോഹ മതമാത്സര്യാദികളെ കൂടി നമ്മൾ വരുതിയിൽ നിർത്തിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് കൃത്യമായ ജപ ധ്യാനാദികൾ ചെയ്ത് നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി നിഷ്ഠയോടുകൂടി ഒരു 10 ദിവസം എങ്കിലും ഒരു വ്രതമെടുത്ത് നമ്മൾ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് സങ്കല്പത്തോടു കൂടിയാണോ ഈ 1008 കുടം അഭിഷേകത്തിൽ പങ്കെടുക്കുന്നത്, തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഭഗവാൻ തരുന്നു എന്നുള്ളതാണ്. ശിവഭഗവാന്റെ സാന്നിധ്യവും
അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യവും മറ്റ് സിദ്ധന്മാരായിട്ടുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബ്രാഹ്മമുഹൂർത്തമാണ് ശിവരാത്രി രാത്രി. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ശങ്കരൻകുഴിയിൽ നമ്മൾ ഒരു പൂജ നടത്തി അവിടെ നിന്ന് ഓരോ കുടം ജലം ഓരോ ഭക്തരുടെ കൈകളിലേക്ക് നമ്മൾ ഓം നമഃ ശിവായ ജപിച്ചാണ് കൈമാറുന്നത്. അങ്ങനെ എത്ര 1000 പേരാണോ അവിടെ നിൽക്കുന്നത് അവരുടെ എല്ലാവരുടെയും കൈകളിലൂടെ ഈ 1008 കുടം ജലം തുടർച്ചയായി ഓം നമഃ ശിവായ ജപിച്ച് നമ്മളിങ്ങനെ കടത്തിവിടുക. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിർവൃതിയിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പുണ്യ രാത്രി, ആ ശിവരാത്രി കൃത്യമായിട്ടും അതിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്കൊരു അവസരം ഗുരു തരികയാണ്. നമ്മളായിട്ടുണ്ടാക്കുന്ന സന്ദർഭമല്ല. പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് വരാൻ പറ്റാറില്ല. എന്തുകൊണ്ടാണ്? സമയമായില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ ഗുരുവിൻ്റെ ഒരു വിളി കൂടി അതിനകത്ത് ആവശ്യമാണ്. നമ്മളുടെ ശുദ്ധീകരണ പ്രക്രിയ, മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ, അതിൽ കൃത്യമായിട്ട് നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ഭഗവാന്റെ ഒരു വിളി കൂടി വരണം. അപ്പം അതിന് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഈ വരുന്ന 26-ാം തീയതി ഏവരും അരിയുപ്പുറം ക്ഷേത്ര സന്നിധിയിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്ക് വന്ന് ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്ത് കൃതകൃത്യരാകുക. അതിന് അവസരമുണ്ടാകട്ടെ. ഭഗവാൻ ഏവർക്കും നമസ്കാരം.